നമസ്കാരം. ന്യൂസ് പ്രധാന വാർത്തകൾ. ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി പുറത്തിറക്കിയ മാർഗരേഖയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി തിരുവമ്പാടി ദേവസ്വം. ആനകൾ തമ്മിൽ നിശ്ചിത അകലം പാലിക്കണമെന്ന നിർദ്ദേശം തൃശൂർ പൂരത്തെ തകർക്കുന്നതെന്ന് ദേവസ്വം സെക്രട്ടറി കെ ഗിരീഷ് കുമാർ. കേസിൽ കക്ഷി ചേർന്നിട്ടും കോടതി തങ്ങളുടെ ഭാഗം കേട്ടിട്ടില്ലെന്നും തിരുവമ്പാടി ദേവസ്വം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കർഷകദ്രോഹ നടപടികൾക്കെതിരെ വിധിയെഴുതണമെന്ന ആഹ്വാനവുമായി കർഷക സംഗമം സംഘടിപ്പിച്ചത് പാലക്കാടൻ കർഷക മുന്നേറ്റത്തിന്റെ ആഭിമുഖ്യത്തിൽ. കേന്ദ്ര സംസ്ഥാന സർക്കാർ വിഹിതം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യവുമായി കർഷകർ. തൃശൂർ വടക്കാഞ്ചേരി പാർലിക്കാട് ടൂറിസ്റ്റ് ബസും സ്വകാര്യ ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് അപകടം നടന്നത് ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ. ഒരാൾക്ക് പരിക്ക്. വാണിയംകുളം പനിയൂരിൽ നിയന്ത്രണം വിട്ട ലോറി താഴ്ചയിലേക്ക് മറിഞ്ഞ് അപകടം. വാഹനത്തിലുണ്ടായിരുന്നവർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. വാർത്തകൾ വിശദമായി. ആന എഴുന്നള്ളിപ്പിൽ ഹൈക്കോടതി പുറത്തിറക്കിയ മാർഗരേഖയ്ക്കെതിരെ തിരുവമ്പാടി ദേവസ്വം രംഗത്ത്. ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട കോടതി ഉത്തരവിൽ വ്യക്തതയില്ലെന്നും നിലവിലെ ഉത്തരവ് പ്രകാരം എഴുന്നള്ളിപ്പ് നടത്തണമെങ്കിൽ പൂരം പാടത്തേക്ക് മാറ്റേണ്ടി വരുമെന്നും തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി ഗിരീഷ് കുമാർ. ആനകൾ തമ്മിൽ നിശ്ചിത അകലം പാലിക്കണമെന്ന നിർദ്ദേശം മഠത്തിൽ വരവും എലിഞ്ഞിത്രമേളവും തൃശൂർ പൂരത്തെയും തകർക്കുന്നതാണെന്നും ഗിരീഷ് കുമാർ പറഞ്ഞു. അതായത് ഇപ്പോൾ 3 മീറ്റർ ഒരു ആനയിൽ നിന്ന് മറ്റൊരു ആനയിലേക്ക് 3 മീറ്ററാണ് ദൂരവ്യത്യാസം പറയുന്നത്. അപ്പോൾ 15 ആന നിൽക്കുമ്പോൾ 45 മീറ്റർ വന്നു. ഒരിക്കലും തെക്കോട്ടിറക്കമെന്നല്ല ഒരു പൂരം നടത്താൻ പറ്റില്ല. എലിഞ്ഞിത്തറ മേള നടത്താൻ പറ്റില്ല, തെക്കോട്ടിറക്കം നടത്താൻ പറ്റില്ല. തൃശ്ശൂരിൽ തന്നെ കേരളത്തിലെ ഒരു പൂരങ്ങളും നടത്താൻ പാടങ്ങളിൽ ഈ കൊയ്ത്ത് കഴിഞ്ഞ് പാടങ്ങളിൽ നടക്കുന്ന അപൂർവം ചില പൂരങ്ങളുണ്ട്, അവിടെ സ്ഥലം കിട്ടും. ബാക്കിയുള്ള പൂരങ്ങളൊന്നും തന്നെ ഇത്തരത്തിൽ നടത്താൻ പറ്റില്ല. അതുപോലെ തന്നെ പുതിയൊരു ഇത് വന്ന് പകൽ സമയങ്ങളിൽ പൂരം നടത്താൻ പറ്റില്ല. തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ 36 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന വളരെ ചിട്ടയോടും മണിക്കൂറും കൂടി അതിന് ടൈം ടേബിളുള്ള ഒരു പൂരമാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കർഷകദ്രോഹ നടപടികൾക്കെതിരെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വിധിയെഴുതണമെന്ന് പാലക്കാട് ചേർന്ന കർഷക സംഗമത്തിൽ ആഹ്വാനം. പാലക്കാടൻ കർഷക മുന്നേറ്റമാണ് സംഗമം സംഘടിപ്പിച്ചത്. ദേശീയ കോർഡിനേറ്റർ കെ വി ബിജു കർഷക സംഗമം ഉദ്ഘാടനം ചെയ്തു. സപ്ലൈകോ എന്ന് പറയുന്ന സംവിധാനം വളർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ റിലയൻസിന് ഏറ്റവും വലിയ തിരിച്ചടിയാണ്. ഇന്ത്യ മുഴുവൻ 16,000 ഷോറൂമുകളാണ് റിലയൻസ് തുടങ്ങിയിരിക്കുന്നത്. നമ്മളുടെ ഡിമാൻഡില് ചില്ലറ വ്യാപാര മേഖലയിൽ കാർഷിക മേഖലയിലെ കുത്തവൽക്കരണത്തെ നമ്മൾ അതിശക്തമായിട്ട് എതിർക്കുന്നു. 13 നിയമങ്ങൾക്കെതിരായിട്ടുള്ള നമ്മളുടെ പോരാട്ടം ഈ മേഖലയിലെ കുത്തവൽക്കരണത്തിനെതിരായിരുന്നു. സപ്ലൈകോ സംവിധാനം നിലനിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ റിലയൻസിന് ഏറ്റവും വലിയ തിരിച്ചടിയാണ്. എന്തുകൊണ്ട് സപ്ലൈകോ ഇന്ന് ഏങ്ങി വലിക്കുന്നു? ഇവര് കോർപ്പറേറ്റുകൾക്കെതിരാണെങ്കിൽ പിണറായി വിജയനോ ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാരനോ കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാരോ കോർപ്പറേറ്റുകൾക്കെതിരാണെങ്കിൽ ഒരു സപ്ലൈകോനെ ശക്തിപ്പെടുത്തുക. നെല്ലിന്റെ താങ്ങുവില ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് 28 രൂപയാണ്. എന്നാൽ ഉൽപാദന ചെലവ് വർദ്ധിച്ചതുകൊണ്ട് തന്നെ കർഷകരെ സംബന്ധിച്ചിടത്തോളം 35 രൂപയെങ്കിലും അനുവദിച്ചെങ്കിൽ മാത്രമേ നഷ്ടങ്ങളില്ലാതെ മുന്നോട്ടു പോകാൻ സാധ്യമാവൂ. കേന്ദ്ര സർക്കാർ വിഹിതവും സംസ്ഥാന സർക്കാർ വിഹിതവും വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. നെല്ലിന്റെ സംഭരണവും കർഷകർക്ക് ലഭിക്കേണ്ട താങ്ങുവിലയും സമയബന്ധിതമായി പൂർത്തീകരിക്കപ്പെടുന്നില്ലെന്നും കർഷകർ ആരോപിച്ചു. കർഷക സംഗമത്തിൽ ദേശീയ കർഷക സമാജം ജനറൽ സെക്രട്ടറി മുതലാംതോട് മണി അധ്യക്ഷനായി. വിവിധ കർഷക സംഘടനാ നേതാക്കളായ സജീഷ് കുത്തന്നൂർ, കാർത്തികേയൻ, രഘു മാത്തൂർ, IC ബോസ്, വിളയോടി വേണുഗോപാൽ, ആർമുഖൻ പത്തിച്ചിറ, ചിദംബരൻകുട്ടി, സി വിജയൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂർ വടക്കാഞ്ചേരി പാർലിക്കാട് ടൂറിസ്റ്റ് ബസും സ്വകാര്യ ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഓട്ടോ ഡ്രൈവർക്ക് സാരമായി പരിക്കേറ്റു. ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ വെള്ളിയാഴ്ച രാവിലെയായിരുന്നു അപകടം. പാർലിക്കാട് ബൈപ്പാസിൽ രാവിലെ 8:30യോടെയായിരുന്നു അപകടം. ഓട്ടോ ഡ്രൈവർ ചേലക്കര സ്വദേശി 60 വയസ്സുള്ള ഹനീഫയ്ക്കാണ് പരിക്കേറ്റത്. അപകടം കണ്ട് ഓടിക്കൂടിയവർ ചേർന്ന് ഹനീഫയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ മാർക്കറ്റിൽ നിന്നും പച്ചക്കറിയുമായി വന്നിരുന്ന ഓട്ടോയിൽ എതിരെ വന്നിരുന്ന ടൂറിസ്റ്റ് ബസ് ഇടിക്കുകയായിരുന്നു. മറ്റൊരു ടാക്സി ഓട്ടോറിക്ഷയും അപകടത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും നിസാര പരിക്കുകളോടെ ഡ്രൈവർ രക്ഷപ്പെട്ടു. ഇയാളെയും മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നു. ബസിന്റെ മുൻഭാഗത്തിന് കേടുപാടുകളും സംഭവിച്ചു. വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വാണിയംകുളം പനിയൂർ ശിവക്ഷേത്രം റോഡിൽ അമിതഭാരം കയറ്റി വന്ന ലോറി താഴ്ചയിലേക്ക് മറിഞ്ഞ് അപകടം. വാഹനത്തിന്റെ നിയന്ത്രണം തെറ്റിയതറിഞ്ഞ ഡ്രൈവറും സഹായിയും പുറത്തേക്ക് ചാടിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു.
അമിതഭാരം കയറ്റിയ ലോറിയാണ് വ്യാഴാഴ്ച വൈകുന്നേരം 5:30 നിയന്ത്രണം തെറ്റി പാടത്തേക്ക് മറിഞ്ഞത്. പനയൂർ ശിവക്ഷേത്രം പരിസരത്തെ മരങ്ങൾ മുറിച്ചുകയറ്റി തിരിച്ചു പോവുകയായിരുന്ന ലോറിയാണ് വാഴത്തോട്ടത്തിലേക്ക് മറിഞ്ഞത്. ലോറിയിൽ അമിതഭാരം കയറ്റിയതാകാം ലോറി താഴ്ചയിലേക്ക് മറിയാൻ കാരണമായതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. പാതയുടെ ഇരുവശങ്ങളിൽ ഭിത്തി കെട്ടിയിട്ടുണ്ടെങ്കിലും റോഡ് ടാർ ചെയ്യാത്തതും പാതയുടെ ഒരു വശം പാടശേഖരവും മറ്റൊരു വശം തോടായതിനാലും പാതയ്ക്കുള്ളിൽ വെള്ളത്തിന്റെ ഈർപ്പം കെട്ടിയതാകാം പാത തകരാൻ കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം. ലോറി മറിഞ്ഞ ഭാഗത്തെ കൃഷിയിടത്തിലെ വാഴകൃഷിയുടെ കുറച്ചു ഭാഗങ്ങൾക്ക് നാശനഷ്ടം സംഭവിച്ചു. രാത്രി 7:30 JCBയും ക്രെയിനും സംഭവസ്ഥലത്തെത്തിച്ച് കയറുകെട്ടി ലോറി പൊക്കി പാതയിലേക്ക് വെക്കാൻ ശ്രമം നടത്തിയെങ്കിലും ശ്രമം പരാജയപ്പെടുകയായിരുന്നു. തുടർന്ന് 10:45 മറ്റൊരു JCB എത്തി കയർകെട്ടി വലിച്ചാണ് വെള്ളിയാഴ്ച പുലർച്ചെ 12:30 ലോറി ഉയർത്തി പാതയിലേക്ക് വെച്ചത്. നിരവധി വിശ്വാസികൾ സ്ഥലത്തെ പ്രധാന ക്ഷേത്രങ്ങളിലൊന്നായ പനയൂർ ശിവക്ഷേത്രത്തിലേക്ക് പോകുന്നതും വരുന്നതുമായ പ്രധാന പാത കൂടിയാണിത്. 3 പ്രളയത്തെ അതിജീവിച്ച ഈ പാത ബലക്ഷയത്തിന്റെ വക്കിലാണ്. ടാറിംഗ് ഉൾപ്പെടെയുള്ള നവീകരണ പ്രവൃത്തികൾ പൂർത്തിയാക്കി ഗതാഗത യോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ഷൊർണൂർ. ഒറ്റപ്പാലം റഫറൻസ് ലൈബ്രറി ആൻഡ് ജനകീയ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ KV കാർത്തികേയൻ അനുസ്മരണം സംഘടിപ്പിച്ചു. അനുസ്മരണ സമ്മേളനം അഡ്വക്കേറ്റ് പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ അന്തരീക്ഷത്തിൽ, ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. മനുഷ്യനെ വ്യത്യസ്ത കളങ്ങളിൽ തളച്ചിടുന്നതിന് വേണ്ടിയുള്ള വലിയ പരിശ്രമം നടക്കുന്ന ഒരു കാലത്ത് കളങ്ങൾ ധാരാളമുണ്ട്. ജാതിയുടെ ഉണ്ട്, മതത്തിന്റെ ഉണ്ട്, കക്ഷി രാഷ്ട്രീയത്തിന്റെ ഉണ്ട്. അത്തരത്തിലുള്ള കളങ്ങൾക്കപ്പുറത്ത് മനുഷ്യർ എന്ന നിലയിൽ വിശാലമായ ഒരു പ്ലാറ്റ്ഫോമിൽ അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളെയും അവരുടെ ജീവിതത്തെയും അത് പരാമർശിക്കുന്നതാണ് യഥാർത്ഥത്തിൽ എല്ലാ സാഹിത്യവും. അനുസ്മരണ സമ്മേളനത്തിൽ ഒറ്റപ്പാലം റഫറൻസ് ലൈബ്രറി ആൻഡ് ജനകീയ വായനശാല പ്രസിഡന്റ് E. രാമചന്ദ്രൻ അധ്യക്ഷനായി. ചടങ്ങിൽ വെച്ച് എഴുത്തോല KV കാർത്തികേയൻ മാസ്റ്റർ പുരസ്കാരം ഡോക്ടർ P. സുരേഷിന് സമ്മാനിച്ചു. അഡ്വക്കേറ്റ് പ്രേംകുമാർ MLA ആണ് പുരസ്കാരം സമർപ്പിച്ചത്. 25,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. എഴുത്തോല കവികളുടെ കവി സമ്മേളനത്തോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. ചടങ്ങിൽ വെച്ച് ചിത്രരചനാ വിജയികൾക്കുള്ള സമ്മാനം പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ CP ചിത്രഭാനു നിർവഹിച്ചു. ആലങ്കോട് ലീലാകൃഷ്ണൻ, വനിതാ സാഹിതി ജില്ലാ സെക്രട്ടറി K. സന്ധ്യ, KV സുധാകരൻ, ഡോക്ടർ P. സുരേഷ്, സ്വാഗത സംഘം ചെയർമാൻ NM നാരായണൻ നമ്പൂതിരി, കൺവീനർ IM സതീശൻ എന്നിവർ സംസാരിച്ചു. ഒറ്റപ്പാലത്തെ അധ്യാപക പ്രസ്ഥാനത്തിന്റെയും സാംസ്കാരിക പ്രവർത്തനങ്ങളുടെയും മുന്നിൽ നിന്ന് പ്രവർത്തിച്ച KV കാർത്തികേയൻ വിട പറഞ്ഞിട്ട് 7 വർഷം പിന്നിടുന്നു. പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ കമ്മിറ്റി അംഗവും എഴുത്തോല മാസികയുടെ മുഖ്യ പത്രാധിപരുമായിരുന്നു KV കാർത്തികേയൻ. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. അംഗൻവാടി വർക്കേഴ്സ് യൂണിയൻ CITU ഒറ്റപ്പാലം അഡീഷണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രൊജക്ട് ഓഫീസ് ധർണ നടത്തി. ഷൊർണൂർ ടൗണിൽ നടന്ന ധർണ CITU ജില്ലാ കമ്മിറ്റി അംഗം P. സിന്ധു ഉദ്ഘാടനം ചെയ്തു. നിരവധിയായ മീറ്റിങ്ങുകൾ അല്ലെങ്കിൽ നിരവധിയായ സർവേകൾ നടത്താനൊക്കെ തന്നെ ഇവരെയാണ് ഏൽപ്പിക്കുന്നത്. എന്നാൽ ഈ സർവേകൾ നടത്തുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു വേതനം ഇവർക്ക് നൽകുന്നുണ്ടോ? ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള പീഡനത്തെക്കുറിച്ചൊക്കെ തന്നെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഉദ്യോഗസ്ഥരെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ അതേപോലെ ഒരു യന്ത്രങ്ങളാണ് ഇവിടെ ഉള്ളത് എന്നുള്ള രീതിയിലാണ് അവരുടെ ഭാഗത്തു നിന്നുള്ള ഇതുണ്ടാവുന്നത്. ഇന്നിപ്പോൾ ഇവിടെ 10 ആവശ്യങ്ങളാണ് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സമരം നടത്തിയിട്ടുള്ളത്. ധർണാ സമരത്തിൽ ഏരിയ പ്രസിഡന്റ് VC ചന്ദ്രിക അധ്യക്ഷയായി. ജില്ലാ കമ്മിറ്റി അംഗം ലക്ഷ്മി, രാജി എന്നിവർ സംസാരിച്ചു. ഏരിയ സെക്രട്ടറി യമുന സ്വാഗതവും ട്രഷറർ സരോജാദേവി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഷൊർണൂർ. കുഴൽമന്ദം ഉപജില്ലാ സ്കൂൾ കലോത്സവം തുടരുന്നു. കലോത്സവത്തിന്റെ 2 ദിനം പിന്നിടുമ്പോൾ UP ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ കുഴൽമന്ദം CA ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആധികാരിക മേധാവിത്വം.
കലോത്സവത്തിൽ വ്യാഴാഴ്ച വൈകുന്നേരം വരെയുള്ള ഫലം പുറത്തുവന്നപ്പോൾ UP വിഭാഗത്തിൽ ഫലം പ്രഖ്യാപിച്ച 21 മത്സര ഇനങ്ങളിൽ 53 പോയിന്റോടെ കുഴൽമന്നം CA ഹയർ സെക്കൻഡറി സ്കൂൾ ഒന്നാം സ്ഥാനത്തും 43 പോയിന്റുകളുമായി മാത്തൂർ AUPS ചെങ്ങണിയൂർ രണ്ടാം സ്ഥാനത്തുമാണ്. ഹൈസ്കൂൾ വിഭാഗത്തിൽ 46 മത്സരങ്ങളുടെ ഫലം വന്നപ്പോൾ 163 പോയിന്റുകളുമായി CA ഹയർ സെക്കൻഡറി സ്കൂൾ തന്നെയാണ് ഒന്നാം സ്ഥാനത്ത്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 45 മത്സരങ്ങളുടെ ഫലം പുറത്തുവന്നപ്പോൾ 136 പോയിന്റുകളുമായി CA ഹയർ സെക്കൻഡറി സ്കൂൾ തന്നെയാണ് ആധിപത്യം തുടരുന്നത്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ CA ഹയർ സെക്കൻഡറി സ്കൂളിനൊപ്പം തന്നെ GHSS കോട്ടായി തുല്യ പോയിന്റുകളുമായി ഒന്നാം സ്ഥാനത്തുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഷൊർണൂർ പരുത്തിപ്ര TMS LP സ്കൂളിൽ വിപുലമായ പരിപാടികളോടെ ശിശുദിനം ആഘോഷിച്ചു. മദ്രസ അധ്യാപകൻ അബ്ദുൽ ജലീൽ അസ്ഹരി ശിശുദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു. ആഘോഷ പരിപാടികളുടെ ഭാഗമായി വിദ്യാർത്ഥികളുടെ റാലി ഉൾപ്പെടെ വിവിധ കലാപരിപാടികൾ നടന്നു. സ്കൂൾ പ്രധാനാധ്യാപിക രാധാമണി അധ്യക്ഷയായി. വിവാഹ ചെലവ് ചുരുക്കി ഭൂമി ദാനമായി പതിച്ചു നൽകി മാതൃകയായി കുടുംബം. പാലക്കാട് കുത്തന്നൂർ അമ്പലപ്പാടം വീട്ടിൽ വിശ്വനാഥൻ ബേബി ദമ്പതികളുടെ മകൻ വൈശാഖിന്റെയും ബിജിയുടെയും വിവാഹമാണ്. വിവാഹ ആഡംബരം കുറച്ച് ജീവകാരുണ്യ പ്രവർത്തനത്തിനായി ഭൂമി വിട്ടു നൽകിയത്. വൈശാഖിന്റെയും ബാംഗ്ലൂർ മലയാളിയായ ഗോപിയുടെയും സുഭദ്ര ഗോപിയുടെയും മകൾ ബിജിയുടെയും വിവാഹമാണ് ആഡംബരം കുറച്ച് കഴിഞ്ഞ ദിവസം ഗുരുവായൂർ ക്ഷേത്രസന്നിധിയിൽ വെച്ച് നടന്നത്. ചടങ്ങിൽ വെച്ചു തന്നെ സ്നേഹം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ സ്വാമി സുനിൽദാസിന്റെയും ശബരിമല മുൻ മേൽശാന്തിയും ഗുരുവായൂർ ക്ഷേത്രം ശാന്തിയുമായ ദേവദാസൻ നമ്പൂതിരിപ്പാടിന്റെയും കുത്തന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PT സഹദേവൻ എന്നിവരുടെയും സാന്നിധ്യത്തിൽ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന കുത്തന്നൂർ മഹാത്മാ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന സ്ഥാപനത്തിനു വേണ്ടി ട്രസ്റ്റ് പ്രസിഡന്റ് R ബാലനും ട്രസ്റ്റ് സെക്രട്ടറി K സുന്ദരേശനും മറ്റ് ട്രസ്റ്റ് ഡയറക്ടർമാരായ PT സഹദേവൻ, CK ഉണ്ണി, R വാസു, P ഉണ്ണികൃഷ്ണൻ, ബാലചന്ദ്രൻ, രാധാകൃഷ്ണൻ എന്നിവർ ചേർന്ന് ഭൂമിയുടെ രേഖ ഏറ്റുവാങ്ങി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പട്ടാമ്പി നഗരസഭയെ വെളിയിട മലമൂത്ര വിസർജ്യ മുക്ത നഗരസഭയായി പ്രഖ്യാപിച്ചു. പട്ടാമ്പിയിലെ പൊതുയിടങ്ങളിൽ മലമൂത്ര വിസർജനം നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ പിഴയടക്കമുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി പറഞ്ഞു. സ്വച്ഛ് സർട്ടിഫിക്കേഷൻ ക്യാമ്പയിനിന്റെ ഭാഗമായി പട്ടാമ്പി നഗരസഭ വെളിയിട മലമൂത്ര വിസർജ്യമുക്ത നഗരസഭയായി പ്രഖ്യാപിച്ചതോടെയാണ് കർശന നടപടികൾ നടപ്പാക്കുന്നത്. പൊതുജനങ്ങൾക്ക് ശൗചാലയ സൗകര്യത്തിനായി വിവിധയിടങ്ങളിൽ വഴിയോര വിശ്രമ കേന്ദ്രം സ്ഥാപിക്കും. ഇതോടൊപ്പം നഗരസഭയുടെ കംഫർട്ട് സ്റ്റേഷനും ഉപയോഗപ്പെടുത്തണമെന്നും നിർദ്ദേശമുണ്ട്. പട്ടാമ്പിയിലെ അതിഥി തൊഴിലാളികൾക്ക് താമസ സ്ഥലത്ത് തന്നെ ശൗചാലയങ്ങൾ സജ്ജമാക്കണമെന്നും അല്ലാത്തപക്ഷം നടപടികൾ സ്വീകരിക്കുമെന്നും ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി പറഞ്ഞു. പട്ടാമ്പി നഗരസഭ വെളിയിട മലമൂത്ര വിസർജന നിരോധിത നഗരസഭയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി നമ്മൾ വഴിയോര വിശ്രമ കേന്ദ്രങ്ങൾ 3-4 സ്ഥലങ്ങളിൽ ഒരുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് പൊതുജനങ്ങൾക്കായി കംഫർട്ട് സ്റ്റേഷൻ അവിടെ ഉപയോഗപ്പെടുത്താവുന്നതാണ്. കൂടാതെ നമുക്ക് നമ്മുടെ പട്ടാമ്പിയിൽ കൂടുതലായിട്ടും അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന ഇടങ്ങളുണ്ട്. അവിടെ അവർക്ക് താമസിപ്പിക്കുന്ന അവരുടെ ആ സ്ഥാപനത്തിൽ തന്നെ അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഷൊർണൂരിൽ ജലസേചനം മുടങ്ങിയത് മൂലം നെൽകൃഷി ഉണങ്ങി നശിക്കുന്നതായി പരാതി. പമ്പ് സെറ്റിന്റെ തകരാറ് മൂലം ജലസേചനം മുടങ്ങിയതോടെയാണ് ഷൊർണൂർ കാരക്കാട് പ്രദേശത്തെ 100 ഏക്കറിലധികം നെൽകൃഷി ഉണക്കുഭീഷണിയിലുള്ളത്. ഷൊർണൂർ നഗരസഭാ കൃഷിഭവനിലെ കാരക്കാട്, ചുടുവാലത്തൂർ പാടശേഖര സമിതികളിലെ നെൽകൃഷിക്ക് ഭാരതപ്പുഴയിൽ നിന്ന് ജലസേചനത്തിനായി വെള്ളം പമ്പ് ചെയ്യുന്ന ചെറുകിട ജലസേചന വകുപ്പിന് കീഴിലുള്ള കവളപ്പാറ ലിഫ്റ്റ് ഇറിഗേഷൻ പമ്പ് ഹൌസിലെയും വാണിയംകുളം ഗ്രാമപഞ്ചായത്തിലെ ത്രാങ്ങാലി പാടശേഖരത്തിലെയും കാരക്കാട് പാടശേഖര സമിതിയിലെ കിഴക്കൻ മേഖലയിലേക്കും ഭാരതപ്പുഴയിൽ നിന്നും രണ്ടാം വിള നെൽകൃഷിക്ക് വെള്ളം പമ്പ് ചെയ്യുന്ന ത്രാങ്ങാലി ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയിലെയും മോട്ടോറുകളാണ് പ്രവർത്തനരഹിതമായത്. ഇതുമൂലം ഏക്കർ കണക്കിന് മുണ്ടകൻ നെൽകൃഷി ഉണങ്ങി നശിക്കുകയാണ്.
വെള്ളമില്ലാത്തത് മൂലം രണ്ടാം വിള കൃഷിപ്പണി തുടങ്ങിയ ഭാരതപ്പുഴ സ്റ്റേഷനു സമീപത്തെ നെൽപ്പാടങ്ങളിൽ ട്രാക്ടർ ഇറക്കാനും കഴിയാത്ത അവസ്ഥയാണ്. 2024 ജൂലൈയിലുണ്ടായ ശക്തമായ മഴയിൽ ഭാരതപ്പുഴയിൽ വെള്ളം ഇരച്ചു കയറിയാണ് പമ്പ് സെറ്റുകൾക്ക് തകരാർ സംഭവിച്ചത്. മുൻകരുതലിനായി അറിയിപ്പുകൾ നൽകിയിട്ടും യഥാസമയം മോട്ടോറുകൾ ഉയർത്തിവെക്കാൻ ഉത്തരവാദിത്തമുള്ള ഇറിഗേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ നിരുത്തരവാദിത്തം കാരണമാണ് പമ്പ് സെറ്റുകൾ നശിച്ചതെന്ന് കർഷകർ ആരോപിച്ചു. പ്രശ്നത്തിൽ ഉടൻ പരിഹാരം കാണുവാനാവശ്യപ്പെട്ട് ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്ത്യൻ, കൃഷി വകുപ്പ് മന്ത്രി പ്രസാദ്, ഷൊർണൂർ MLA P മമ്മിക്കുട്ടി, ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് എന്നിവർക്ക് നിവേദനം നൽകിയതായി കാരക്കാട് പാടശേഖര സമിതി പ്രസിഡന്റ് വിജയപ്രകാശ് ശങ്കർ, സെക്രട്ടറി ബിജു എന്നിവർ പറഞ്ഞു. മോട്ടർ വെള്ളം കയറി നശിച്ചത് കാരണം പമ്പ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് 10 ഏക്കറോളം നെൽകൃഷി നട്ട പാടങ്ങൾ ഉണങ്ങിക്കിടക്കുകയാണ്. അതുപോലെ തന്നെ ഒരു 10 ഏക്കർ കൃഷിസ്ഥലം ട്രാക്ടർ പൂട്ടാൻ പറ്റാത്ത അവസ്ഥയാണ്. മൈനർ ഇറിഗേഷൻ ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ കഴിഞ്ഞ ജൂലൈയിൽ വെള്ളം കയറാൻ മുമ്പേ പാടശേഖര സമിതി റിപ്പോർട്ട് ചെയ്താണ് മോട്ടോർ കയറ്റിയത്. സാധാരണ മോട്ടോർ വെള്ളപ്പൊക്കം വരെ കയറ്റിക്കാന്ന് ഇവിടുത്തെ ഈ സമയബന്ധമായിട്ട് എടുത്തു മാറ്റാത്തതിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഇപ്പോൾ വെള്ളം കയറി മോട്ടോർ നശിക്കുകയാണ്. അതോടൊപ്പം തന്നെ ത്രാങ്ങാലിയിൽ മോട്ടോർ മറ്റ് വെള്ളം കയറി നശിക്കുകയാണ്. ഇത് 2 പാടശേഖരം വാണിയൽ പഞ്ചായത്ത് ത്രാങ്ങാലി പാടശേഖരത്തിനും കാരക്കാട് പാടശേഖരം വെള്ളം എത്തിക്കുന്ന ത്രാങ്ങാലി പമ്പ് ഹൗസും വെള്ളം കയറിയതിന്റെ ഭാഗമായിട്ട് മോട്ടോർ വർക്കിംഗ് കണ്ടീഷൻ അല്ലാത്തതുകൊണ്ട് പമ്പ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലാണ്. ന്യൂസ് ബ്യൂറോ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി പുറത്തിറക്കിയ മാർഗരേഖയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി തിരുവമ്പാടി ദേവസ്വം. ആനകൾ തമ്മിൽ നിശ്ചിത അകലം പാലിക്കണമെന്ന നിർദ്ദേശം തൃശൂർ പൂരത്തെ തകർക്കുന്നതെന്ന് ദേവസ്വം സെക്രട്ടറി കെ ഗിരീഷ് കുമാർ. കേസിൽ കക്ഷി ചേർന്നിട്ടും കോടതി തങ്ങളുടെ ഭാഗം കേട്ടിട്ടില്ലെന്നും തിരുവമ്പാടി ദേവസ്വം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കർഷകദ്രോഹ നടപടികൾക്കെതിരെ വിധിയെഴുതണമെന്ന ആഹ്വാനവുമായി കർഷക സംഗമം സംഘടിപ്പിച്ചത് പാലക്കാടൻ കർഷക മുന്നേറ്റത്തിന്റെ ആഭിമുഖ്യത്തിൽ. കേന്ദ്ര സംസ്ഥാന സർക്കാർ വിഹിതം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യവുമായി കർഷകർ. തൃശൂർ വടക്കാഞ്ചേരി പാർലിക്കാട് ടൂറിസ്റ്റ് ബസും സ്വകാര്യ ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് അപകടം നടന്നത് ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ. ഒരാൾക്ക് പരിക്ക്. വാണിയംകുളം പനിയൂരിൽ നിയന്ത്രണം വിട്ട ലോറി താഴ്ചയിലേക്ക് മറിഞ്ഞ് അപകടം. വാഹനത്തിലുണ്ടായിരുന്നവർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു.